إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى أعوذ بالله من الشيطان الرجيم لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യത കൽപ്പിച്ച് മുൻഗണന നൽകി ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളായ അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, വിശ്വാസികൾ എന്ന നിലക്ക് അതിലുപരി മനുഷ്യത്വമുള്ളവരെന്ന നിലക്ക് നമുക്കേറെ ആശ്വാസം പകരുന്ന, നമുക്കേറെ പ്രതീക്ഷയ്ക്ക് വക നൽകിയ ഏതാനും ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം സാക്ഷ്യം വഹിച്ചത്, നാം കണ്ടത്, കേട്ടത്. കാലങ്ങളായി അതിക്രമം കാണിച്ചുകൊണ്ടിരുന്ന, അതിക്രമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന, അക്രമത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം, ഒരു രാഷ്ട്രം അതിനൊരിക്കലും നിരക്കാത്ത രൂപത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ അവർ ഏറ്റിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രഹരമേറ്റു എന്നത് തീർച്ചയായും നിരാശ ബാധിച്ച, വരണ്ടുണങ്ങിപ്പോയ വിശ്വാസികളുടെ മനസ്സുകൾക്ക് തീർച്ചയായും ഒരു കുളിർമഴയാണ് സമ്മാനിച്ചത്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ചില അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണോ നമ്മുടെ പ്രതീക്ഷകൾ ഉണരേണ്ടത്? ഇത്തരം ചില ഘട്ടങ്ങളിൽ മാത്രമാണോ
നാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, നമ്മുടെ പ്രതീക്ഷകളെ ഉത്തേജിപ്പിക്കേണ്ടത്. വിശ്വാസികൾ എന്ന നിലക്ക് ഖുർആനിനെ മുൻനിർത്തി നാം പഠന വിധേയമാക്കിയാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവർ പ്രതീക്ഷയറ്റുപോയ ആളുകളായിട്ട് മാറരുത് എന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും അവർ നിരാശരായി മാറരുത്. പിശാച് വിശ്വാസികളിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി അവർ നിരാശരായി പ്രതീക്ഷയറ്റ, ഒരർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലുള്ള ക്രിയാത്മകതകളും നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട്, ജഡില സമൂഹമായിട്ട് മാറണം എന്നതാണ് പിശാച് ഏറ്റവും കൂടുതൽ വിശ്വാസികളിൽ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏറ്റവും കൂടുതൽ കൽപ്പിച്ച ഒരു കൽപ്പന, ഇതുമായി ബന്ധപ്പെട്ട കൽപ്പന കാണാൻ കഴിയുക, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ട, നിരാശ ബാധിക്കുന്ന ആളുകളായിട്ട് മാറരുത് എന്നതാണ്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം അങ്ങേയറ്റം നിരാശ ബാധിച്ച, അതല്ലെങ്കിൽ അങ്ങനെ നിരാശ ബാധിക്കാനുള്ള എല്ലാ അർഹതയും വിശ്വാസി സമൂഹത്തിന് ലഭിച്ച ഒരു ഘട്ടമായിരുന്നു ഉഹദ് യുദ്ധാനന്തരം സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ. അതിശക്തമായ, ഇന്നേ വരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത, അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില പ്രതിസന്ധികൾ വിശ്വാസി സമൂഹത്തിന് ഉഹദ് യുദ്ധത്തിൽ നേരിടേണ്ടി വരികയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന വ്യാജ വാർത്ത പോലും അവരൊരു വേള വിശ്വസിച്ചു പോയി. റസൂലിന് മാരകമായ പരിക്കുകളേറ്റു. ഒരുപാട് നിരവധി പ്രമുഖരായ സഹാബാക്കൾ ഷഹാദത്ത് വരിച്ചു, രക്തസാക്ഷികളായി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തളർന്നിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനോട് ഒരുപാട് ആയത്തുകളിലായി അള്ളാഹു അഭിസംബോധന ചെയ്യുന്നുണ്ട് സൂറ ആൽ ഇമ്രാനിലൂടെ. ഏകദേശം 60 ആയത്തുകൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ചില അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നതായി കാണാം. 60 ആയത്തുകളിലൂടെ, സൂറ ആൽ ഇമ്രാനിലെ 60ഓളം ആയത്തുകളിലൂടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് വലാ തഹീനു ഫി ഇബ്തിഗാഇൽ ഖൗം. നിങ്ങൾ ഇങ്ങനെ അശക്തരായിട്ട് മാറരുത്, പ്രതീക്ഷ അറ്റവരായിട്ട് മാറരുത്. ഒരു പ്രാവശ്യം നിങ്ങൾ പരാജയം രുചിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം അതിശക്തമായൊരു പ്രഹരം ഏൽക്കേണ്ടി വന്നു എന്നതുകൊണ്ട് ഞങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ആരെയും നേരിടാനുള്ള ഒരു ശക്തിയുമില്ല എന്ന മട്ടത്തിൽ, എന്ന രൂപത്തിൽ നിങ്ങൾ തളർന്നു പോകുന്ന, അശക്തരായിട്ട് നിങ്ങൾ മാറരുത്. വലാ തഹീനു ഫി ഇബ്തിഗാഇൽ ഖൗം ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂൻ. എന്നിട്ട് അല്ലാഹു അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാം. ഇൻ തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, അവരും വേദന അനുഭവിക്കുന്നുണ്ട്. മനുഷ്യരെന്ന നിലക്ക് അവർക്കും പലവിധത്തിലുള്ള വേദനകളുണ്ട്. എന്നാൽ അവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന ഒരു ഘടകമുണ്ട്, അത് വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിൽ പ്രതീക്ഷക്ക് വകയുണ്ട്, അവർക്ക് ആ ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും ഏൽക്കേണ്ടി വരുമോ, നേരിടേണ്ടി വരുമോ, വേദനകൾ സഹിക്കേണ്ടി വരുമ്പോ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ അവിശ്വാസികളുടെ നിലപാടല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അവിശ്വാസികൾ തളർന്നു പോകുന്നത് പോലെ, അവർ അശക്തരായി മാറുന്നത് പോലെ നിങ്ങൾക്ക് അശക്തരായി മാറാനുള്ള ഒരു ന്യായവുമില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പലയിടങ്ങളിലും പറയുന്ന ഒരു കാര്യം കാണാം, അവർ അങ്ങേറ്റം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും, അവരങ്ങേറ്റം പ്രതീക്ഷ പുലർത്തി ജീവിക്കുന്ന ആളുകളായിരിക്കും. യർജൂന റഹ്മത്തല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കരുണയെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. യർജൂന റഹ്മതഹു വയഖാഫൂന അസാബ, അല്ലാഹുവിന്റെ അസാബിനെ ഭയക്കുന്ന ആ സന്ദർഭത്തിൽ അതുപോലെ തന്നെ അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെയും അല്ലാഹുവിൽ നിന്നുള്ള സഹായത്തെയും അവർ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. ആ ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. അതാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നോട്ട് ഗമിക്കാൻ അവർക്ക് ഇന്ധനമായിട്ട് മാറുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഉഹുദുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു പറയുന്നത് കാണാം, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, മരണപ്പെട്ടു പോയവരെ ഓർത്ത് വേദന അനുഭവിക്കുന്ന സഹാബാക്കളോട് അള്ളാഹു പറയാണ്, ആ ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല, അവർ അള്ളാഹുവിന്റെ അടുക്കൽ അഹ്യാ, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് റിസ്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫരിഹീന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലി, അവർ അങ്ങേറ്റം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസ്തബിശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരിലേക്ക് വന്നെത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അവർ സന്തോഷ വാർത്തകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ ആരെ ഓർത്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്? അവരവിടെ ആഹ്ലാദത്തിലാണ്, അവരവിടെ ആനന്ദത്തിലാണ്.
അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സന്തോഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളായിട്ട് മാറുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞത് അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ്. ആർത്തത്തിൽ സ്വർഗ്ഗത്തിന് അർഹരാകുന്ന ആളുകളുടെ പ്രത്യേകത അതികഠിനമായ പരിക്കുകൾ ഏറ്റതിനു ശേഷവും തളർച്ച ബാധിച്ചതിനു ശേഷവും അള്ളാഹുവിനും റസൂലിന്റെയും ഉത്തരവിന് ഉത്തരം നൽകുന്ന ആളുകളാണ്. അവരുടെ കൽപ്പനകൾക്ക് വിധേയരാകുന്ന ആളുകളാണ്. ഖർഹ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ പരിക്ക് എന്നാണ് അർത്ഥം. അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന പരിക്കുകൾക്കാണ് ഖർഹ് എന്ന് പറയാം. അത്രമാത്രം കഠിനമായ പരിക്കുകൾ ഏറ്റതിനു ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമ്പോൾ അവർ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ശത്രുക്കളെ പോരാടാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഈമാനുള്ള ആളുകളാണ്, തളരാത്ത ആളുകളാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ എന്നുള്ളത്. മറ്റൊരിടത്ത് അവരെ പറ്റി പറയുന്നത് കാണാം, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അധികരിക്കുകയാണ് ചെയ്യുക. അവരെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് ബരമേൽപ്പിക്കാൻ അല്ലാഹു മതിയായവനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് ആ വിശ്വാസികൾ. കാരണം അവരുടെ പ്രതീക്ഷ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അവരിൽ ഒരിക്കലും അല്ലാഹുവിലുള്ള പ്രതീക്ഷ അവർക്കൊരിക്കലും അസ്തമിക്കുകയില്ല എന്നും ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ആ ആളുകൾ. ഒരിക്കലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എന്നുള്ളത് യാദൃശികമായി സംഭവിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് അവർ. മാ കാന അല്ലാഹു ലിയസറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്. ആത്യന്തികമായി അടിസ്ഥാനപരമായി പരീക്ഷണങ്ങളുടെ പരമമായ ഒരു ലക്ഷ്യം എന്നുള്ളത് ലിയമീസ് അല്ലാഹുൽ ഖബീസ മിനൽ ത്വയ്യിബ്, നല്ലതിൽ നിന്നും മ്ലേച്ഛമായതിനെ വേർതിരിക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ ഈ ലോകത്ത് വെച്ചിട്ടുള്ളത്. കപടവിശ്വാസികളെ യഥാർത്ഥ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ വിശ്വാസികളിൽ നിന്നും വേർപെടുത്താനാണ് അള്ളാഹു ഈ ലോകത്ത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വെക്കുന്നത്. ദുർനടപ്പുകാരെ, ധാർമ്മിക നിഷ്ഠ പുലർത്തി ജീവിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്താനാണ്, അവരെ ലോകത്തിന് വ്യതിരിക്തമായി കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു പ്രതിസന്ധികൾ ഈ ലോകത്ത് വെക്കുന്നത്. നമ്മൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷണങ്ങളിലേക്കൊന്ന് നോക്കി നോക്കുക. യഥാർത്ഥത്തിൽ യമീസ് അല്ലാഹുൽ ഖബീസ മിനൽ ത്വയ്യിബിന്റെ ഒരു പ്രായോഗികവൽക്കരണം നമുക്ക് കാണാൻ കഴിയും. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നിപ്പോ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, ആരാണ് നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ആളുകൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അതിങ്ങനെ ആളുകൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യമീസ് അല്ലാഹുൽ ഖബീസ മിനൽ ത്വയ്യിബ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത്. ഒരിക്കലും അള്ളാഹു നമുക്ക് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വെക്കുന്നത് നമ്മൾ നശിപ്പിക്കാനല്ല. വിശ്വാസികൾ ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് പ്രതീതി സൃഷ്ടിക്കപ്പെട്ടപ്പോഴൊക്കെയും അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി, അവരെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളാണ് ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടതെന്ന് കാണാൻ കഴിയും. ചരിത്രത്തിലുടനീളം അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അഹ്സാബ് യുദ്ധം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. മദീനയിലുണ്ടായിരുന്ന ബനു നദീർ ഗോത്രം മക്കയിലെ ഖുറൈശികളെ സമീപിച്ചുകൊണ്ട് ഒരു ഉപദേശം നൽകുകയാണ്. നിങ്ങളിങ്ങനെ മദീന നിവാസികളുമായി മുസ്ലിമീങ്ങളുമായി ഒരുപാട് കാലം യുദ്ധം ചെയ്തുകൊണ്ട് ഫലമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവരെ വംശഹത്യ നടത്തുക എന്നുള്ളതാണ്. അവരെ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുക. അങ്ങനെ അവരുടെ ഭീഷണി ഈ ലോകത്തിന് അവശേഷിക്കരുത്. ആ രൂപത്തിൽ അവരെ നിഷ്കാസനം ചെയ്യുക. അതിന് എല്ലാ അറബ് ഗോത്രങ്ങളുടെയും സഹായം നിങ്ങൾ തേടുക. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു സഖ്യം നിങ്ങൾ രൂപപ്പെടുത്തുക. ഇതായിരുന്നു ബനു നദീർ ഗോത്രം, ജൂതരായ ബനു നദീർ ഗോത്രം മക്കയിലെ ഖുറൈശികൾക്ക് നൽകിയ ഉപദേശം. അന്ന് മുതൽക്കേ ജൂത ആ രൂപത്തിലായിരുന്നു അവരെ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മക്കക്കാർ ഇന്നേ വരെ അറബ് സമൂഹം കണ്ടിട്ടില്ലാത്ത അതിബൃഹത്തായ ഒരു സഖ്യത്തിന് രൂപം കൊടുക്കുകയാണ്. പ്രമുഖരായ മുഴുവൻ ഗോത്രക്കാരും അണനിരക്കാണ്. 10,000-വും 12,000-വും വരുന്ന സൈന്യം വളരെ ദുർബലരായ മദീന നിവാസികളെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടാണ്. ആ സമയത്ത് മദീനയുടെ ചിത്രം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അന്ന് മദീന വലിയ ക്ഷാമത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക ബാധ്യതയിലാണ്. പല സഹാബാക്കളുടെയും വീടുകൾ പട്ടിണിയിലാണ്. ആ ഒരു ക്ഷാമഘട്ടത്തിലാണ്, കാലത്തിലാണ് ഇന്നേ വരെ അവർ കണ്ടിട്ടില്ലാത്ത, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയ ഭീമാകാരമായ ഒരു സൈന്യം അവരെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. ഇത് കണ്ട് സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം അവർ സ്വയം ഉപരോധം ഏർപ്പെടുത്താണ്. അവർക്ക് തന്നെ അവർ ഉപരോധം ഏർപ്പെടുത്താണ്. കിടങ്ങു കുഴിച്ചുകൊണ്ട് അവർ ഉപരോധത്തിലാവാണ്. അതേപറ്റി അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളിലേക്ക് ജുനൂദുകൾ വന്ന സന്ദർഭം. ഒരു സൈന്യമല്ല, സൈന്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നത്.
അവിടെ അൽ ജുനൂദ് എന്ന് പറയുന്നതിന് പകരം ജുനൂദ് എന്ന് പറയുന്നതിനെ പറ്റി മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ മദീന നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സംഘങ്ങൾ പോലും അവർ ആക്രമിക്കാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നത് എന്ന് പോലും അവർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ബൃഹത്തായ ഒരു സഖ്യമായിരുന്നു അത്. അത്ര ഭീമാകാരമായ ആ അർത്ഥത്തിലുള്ള ഒരു സൈന്യം അവരുടെ നേരിടാൻ പോവാണ്. അള്ളാഹു പറയാണ്, മുകൾ ഭാഗത്തുകൂടി അവർ നിങ്ങൾ ആക്രമിക്കാൻ വന്ന സന്ദർഭം, ഒമിൻ അസ്ഫലമിൻകും താഴ്ഭാഗത്തുകൂടി അവർ നിങ്ങളെ വലയം ചെയ്ത സന്ദർഭം. ഈ രൂപത്തിൽ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് എല്ലാം അവസാനിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ മക്കയിലെ മുനാഫിഖ്യങ്ങളായ ആളുകൾ, അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന ബനു ഖുറൈള ഗോത്രക്കാർ മറുപക്ഷത്തേക്ക് ചാടുകയാണ്. വിശ്വാസികൾക്കെതിരെ തിരിയാണ്. പുറത്തു നിന്നുള്ള ശത്രുക്കളെ പോലും എങ്ങനെ നേരിടണമെന്ന് അറിയാതെ പട്ടിണിയിൽ അകപ്പെട്ടു പോയ ആ സമൂഹം അകത്തു നിന്നുള്ള വലിയൊരു ഭീഷണിയെ കൂടി നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മൾ ആലോചിക്കുക, ഏതർത്ഥത്തിലുള്ള പരിഹാരമാണ് അവരുടെ മുന്നിലുള്ളത്? ഒരു പരിഹാരവും അവരുടെ മുന്നിലില്ല. പക്ഷേ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുഴുപട്ടിണിക്കാലത്തും വയറിൽ 2 കല്ല് കെട്ടിവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അവരോട് പങ്കുവെക്കുന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. ആ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നുണ്ടായിരുന്നത് അവർക്ക് മുന്നിൽ കീഴടങ്ങാൻ പോകുന്ന വലിയ സാമ്രാജ്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. അവർക്ക് മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്ന കൊട്ടാരങ്ങളെ സംബന്ധിച്ചായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഏത് ഘട്ടത്തിൽ? ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ അർത്ഥത്തിലുള്ള സ്വപ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പങ്കുവെക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു? വൈസാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന. അങ്ങേറ്റം ഭയാനകരമായ ഘട്ടം. ചില ആളുകളുടെ ഹൃദയം തൊണ്ടക്കുഴി വരെ അത്ര ശക്തമായി ഇടിച്ചു എന്ന് ഖുർആൻ പറയാണ്. അവരുടെ കണ്ണുകൾ തെറ്റിപ്പോവാണ്. വൈദ യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. കപടവിശ്വാസികളൊക്കെ പറഞ്ഞു, ഇനിയും നമ്മൾ എന്തിനാണ് കാപട്യം കാണിക്കുന്നത്? എല്ലാം അവസാനിക്കാണ്. അവരൊക്കെ പുറത്തു ചാടി. അവർ പ്രഖ്യാപിച്ചു, കണ്ടില്ലേ, റസൂലിന്റെ എല്ലാ വാഗ്ദാനങ്ങളും അങ്ങേറ്റത്തെ വഞ്ചനയായിരുന്നു എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? വൈദ് ഖാലത് ത്വായിഫത്തു മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ. ചില ആളുകൾ എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞു, ഇനി എന്താണ് യസ്രിബ് നിവാസികൾ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഇതിനും വലിയ പതനം നമുക്ക് എന്താണ് ഇനി നേരിടാനുള്ളത്? ഇതിനും വലിയ ഭീഷണി നമുക്ക് ഇനി എന്താണ് വരാനുള്ളത്? നിങ്ങൾ പോയിക്കൊള്ളുക. ഫർജിഉ വയസ്തഅ്ദിനു ഫരീഖും മിൻഹും അൻ-നബിയ്യ യഖൂലൂന ഇന്ന ബുയൂതനാ ഔറത്തു വമാ ഹിയ ബിഔറ. മറ്റു ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ന്യായമായി പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭയാനകരമായ ഒരു ഘട്ടം. പക്ഷെ അതിന്റെ പര്യവസാനവും കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ തന്നെ അല്ലാഹു പറയാണ് അതിന്റെ പര്യവസാനം, മുസ്ലിമീങ്ങൾ അവിടെ നിഷ്കാസനം ചെയ്യപ്പെടാൻ പോവാണ്, മുസ്ലിമീങ്ങൾ അവിടെ വംശഹത്യക്ക് ഇരയാവാൻ പോവാണ്, അവരവിടെ ഇല്ലാതാകാൻ പോവാണ് എന്ന ആളുകളൊക്കെ ധരിച്ച ആ നിമിഷത്തിന് ശേഷം വഅൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസീഹിം ഫഅർസൽനാ അലൈഹിം റീഹ. അല്ലാഹു ശക്തമായ ഒരു കൊടുങ്കാറ്റ് അയച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുകയാണ്. വഅൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസീഹിം. ശത്രുക്കളുടെ പക്ഷത്തേക്ക് ചേർന്ന് നിന്ന ആ ജൂതരായ ആളുകളെ അവരുടെ കോട്ടകളിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ അവർ കോട്ടകളിൽ പണ്ട് മുതൽക്ക് തന്നെ ജൂതന്മാർക്ക് ഈ കോട്ടകളും ആ അർത്ഥത്തിലുള്ള രക്ഷാകവചങ്ങളും അങ്ങേറ്റം പ്രിയമായിരുന്നു. അഴൺ ഡോമുകളോടുള്ള പ്രിയം അവർക്ക് ഇന്ന് തുടങ്ങിയതല്ല, ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ അതിനോട് അവർ അങ്ങേറ്റം പ്രിയമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കോട്ടകളിലായിരുന്നു കഴിഞ്ഞത്. ശക്തമായ കോട്ടയും ശക്തമായ സൈന്യമൊക്കെ ഉള്ള ആളുകളാണ് ബനു ഖുറൈള ഗോത്രക്കാർ. അപ്പൊ ആ ബനു ഖുറൈള ഗോത്രക്കാർ പരാജയം സമ്മതിച്ചുകൊണ്ട് അവരുടെ കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് വരാണ്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയമുട്ട് കൊടുത്തു. ഞങ്ങളിതാ വിജയിക്കാൻ പോവാണെന്ന് കരുതിയെടുത്തെന്നാണ് അവർ ആ പരാജയം രുചിച്ചിട്ടുള്ളത്. വിശ്വാസികളോട് അള്ളാഹു പറയാണ്, അവരുടെ സമ്പത്തും അവരുടെ ഭൂമിയും അവരുടെ കോട്ടകളും അവരുടെ ഭവനങ്ങളും ഇതാ അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി നൽകിയിരിക്കുന്നു. ലം തതഊഹ, നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വളരെ സമൃദ്ധമായ തോട്ടങ്ങൾ ഇതാ അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി തന്നിരിക്കുകയാണ്. വഅന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതൊരിക്കലും ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന് സമാനമായ പല സംഭവങ്ങൾ അതിന് മുന്നേയും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലിനെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഫിറഔൻ പുറപ്പെട്ടൊരു സംഭവം അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അതിശക്തമായൊരു സൈന്യവുമായിട്ടാണ്
ഫിറഔൻ പുറപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഫിറഔൻ പുറപ്പെടുന്നത്. ഇന്ന ഹൗലൈ ലശിർദിമത്തുൻ ഖലീലുൻ, ഈ ചെറിയ കൂട്ടത്തെ ഇനിയും വെച്ച് പുറപ്പിക്കാനാവില്ല, അവരെ ഈ ലോകത്ത് നിഷ്കാസനം ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടി, എന്ന ഉറച്ച തീരുമാനത്തിൽ ഫിറഔൻ പുറപ്പെടാണ്. അതേപറ്റി അള്ളാഹു പറയുന്നുണ്ട്, ഫലമ്മാ തറാ അൽ ജമഅൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മുമ്പിൽ പ്രവിശാലമായ സമുദ്രവും പിന്നിൽ അതിശക്തമായ ഫിറഔന്റെ സൈന്യവും, അതിനിടയിൽ അകപ്പെട്ടുകൊണ്ട് ബനൂ ഇസ്രായേലിയർ അഹ്സാബ് യുദ്ധവേളയിൽ ദുർബല വിശ്വാസികളായ ആളുകൾ ചോദിച്ചതുപോലെ മൂസ അലൈഹി ഇസ്ലാമിയോട് ചോദിക്കുന്നുണ്ട്, ഇന്നാ ലമുദ്റകൂൻ, എല്ലാം അവസാനിച്ചല്ലോ, ഇനി എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്? ഇന്നാ ലമുദ്റകൂൻ, ഇതാ ഞങ്ങൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് അഹ്സാബ് യുദ്ധവേളയിൽ നൽകിയ പ്രതീക്ഷ പോലെ മൂസ അലൈഹിസ്സലാമും വലിയ പ്രതീക്ഷ നൽകിയതായിട്ട് നമുക്ക് കാണാം. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ അങ്ങനെ നിരാശ ബാധിച്ച ആളുകളായിട്ട് മാറരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്റെ കൂട്ടത്തിൽ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. ഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ സമൂഹത്തോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിയുക, വസ്ബിറു, നിങ്ങൾ ക്ഷമയുള്ളവരായ ആളുകളായിട്ട് മാറുക. എന്നിട്ട് അങ്ങേറ്റം പ്രതീക്ഷയുടെ വാക്കുകൾ, ശുഭാപ്തി വിശ്വാസം മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയർക്ക് കൈമാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നൽ അർള ലില്ലാഹ്, നിങ്ങൾ അറിയേണ്ടത് ഈ ഭൂമി ഒരു ഫിറഔനിന്റേതുമല്ല. ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആ ഭൂമിയെ അനന്തരമായി നൽകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പക്ഷേ വിജയം അത് മുത്തഖികൾക്ക് മാത്രമാണ്. അന്തിമ വിജയത്തിന്റെ രുചി അനുഭവിക്കാൻ പോകുന്നത് അത് മുത്തഖികൾ മാത്രമാണ്. ഖാലു ഊസീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ, ബനൂ ഇസ്രായേൽ അതിൽ തൃപ്തരായില്ല. അവർ മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, ഊസീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിഅതനാ, താങ്കൾ ഞങ്ങളിലേക്ക് വരുന്നതിന് മുമ്പും താങ്കൾ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ പ്രയാസം മാത്രമാണുള്ളത്. വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മെച്ചമാണ് ഉണ്ടായത്? ഇപ്പോഴും ഞങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാണ്, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാണ്, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവാണ്. എല്ലാ അർത്ഥത്തിലും നീ പ്രയാസം മാത്രമാണല്ലോ ഞങ്ങൾക്ക് വരുത്തി വെച്ചത് എന്ന് മൂസ അലൈഹി ഇസ്ലാമിയോട് ബനൂ ഇസ്രായേലിയർ പറഞ്ഞപ്പോൾ വീണ്ടും മൂസ അലൈഹി ഇസ്ലാം അവർക്ക് നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങൾ ഇങ്ങനെ നിരാശരായിട്ട് മാറരുത്. അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും, നിങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ സൈന്യത്തെ, ആ ഒരു ശത്രുവിനെ അള്ളാഹു ഒരുപക്ഷെ നശിപ്പിച്ചേക്കാം. വയസ്തഖ്ലിഫക്കും ഫിൽ അർള്, അവർക്ക് ഇന്നുള്ള ഭൂമിയിലുള്ള ഖിലാഫത്ത് ഒരുപക്ഷെ അവൻ നിങ്ങൾക്ക് നൽകിയേക്കാം. അങ്ങനെ അവൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ആദരിക്കാനല്ല, ഫയൻദുറ കൈഫ തഅമലൂൻ, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് അത് വിനിയോഗിക്കുന്നത് എന്ന് നോക്കാൻ. ഒരുപക്ഷെ ഇപ്പോ ഫിറഔനിനുള്ള സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം എന്ന് പറയുന്നുണ്ട്. അഹ്സാബ് യുദ്ധവേളയിൽ മുസ്ലിമീങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത് ബനൂ ഇസ്രായേലിയരായിരുന്നുവെങ്കിൽ, പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നത് ബനൂ ഇസ്രായേലിയരായിരുന്നുവെങ്കിൽ, ഈ മൂസ അലൈഹി ഇസ്ലാമിയുടെ സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നത് ഫിറഔനായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിയുടെ കൂട്ടത്തിലുള്ളത് ബനൂ ഇസ്രായേലിയരായിരുന്നു. പക്ഷേ അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം ഫിറഔനിന്റെ വാദ സ്വീകരിക്കാണ്. പിന്നീട് അഹ്സാബ് യുദ്ധത്തിൽ ഫിറഔൻ പണ്ട് ചെയ്ത അതേ പണി ഈ ആളുകൾ അഹ്സാബ് യുദ്ധവേളയിൽ ചെയ്യാണ്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം, നമ്മളും ആ അർത്ഥത്തിൽ ബനൂ ഇസ്രായേലിയരെ പോലെ ആകരുത്. യഥാർത്ഥ വിശ്വാസികളുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നതാണ് വലിയൊരു പാഠം അള്ളാഹു നമുക്ക് ഇതിൽ നൽകുന്നത്. അതിന്റെ പര്യവസാനത്തെ സംബന്ധിച്ചും അള്ളാഹു വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് സൂറത്ത് ശുആറയിലൂടെ. എങ്ങനെയായിരുന്നു ഫിറഔന്റെ അന്ത്യം? ബനൂ ഇസ്രായേലിയരെ നിഷ്കാസനം ചെയ്യാനും പൂർണ്ണാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാനും ഇറങ്ങിപ്പുറപ്പെട്ട ഫിറഔൻ ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ, അതോടുകൂടി ആ ഫിറഔനിന്റെ എല്ലാ തോട്ടങ്ങളും അരുവികളും അയാൾക്ക് നഷ്ടമാവണം. അതിൽ നിന്ന് അല്ലാഹു വരെ പുറത്തേക്ക് എടുത്ത് എറിയുകയാണ്. വകുനൂസിൻ വമഖാമിൻ കരീം, അവരുടെ ആർഭാടങ്ങൾ, അവരുടെ സമ്പത്ത്, അവരുടെ ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങൾ, മഖാമിൻ കരീം. കസാലിക വഔറസ്നാഹ ബനി ഇസ്രായേൽ, അതൊക്കെയും നാം ബനൂ ഇസ്രായേലുകൾക്ക് അനന്തരമായിട്ട് നൽകി. നോക്കൂ, അഹ്സാബ് യുദ്ധത്തിൽ സംഭവിച്ച ഇത് തന്നെയാണ് അഹ്സാബ് യുദ്ധത്തിൽ സംഭവിച്ചത്. ബനൂ ഇസ്രായേലിയരുടെ മുഴുവൻ സമ്പത്തും അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് നൽകി. അതിനു മുമ്പ് ഫിറഔന്റെ മുഴുവൻ സമ്പത്തും ഫിറഔന്റെ മുഴുവൻ അധികാരവും അള്ളാഹു ബനൂ ഇസ്രായേലിയർക്കും നൽകി. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ യരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് നൽകും. മുഅ്മിനീങ്ങളുടെ പണി എന്നുള്ളത് അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരായിട്ട് അവർ കഴിയുക. ആ പ്രതീക്ഷയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് നൽകിയത്. ആ പ്രതീക്ഷയാണ് മൂസ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിയർക്കും നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എത്ര വല്ല പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോഴും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുക
വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിട്ട് മാറണം. വഇൻ ഖിഫ്തും അയിലതൻ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലി. അള്ളാഹു ചോദിക്കുന്നുണ്ട് സൂറത്ത് തൗബയിലൂടെ, നിങ്ങൾക്ക് അവിശ്വാസികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് അനുഭവപ്പെടുന്ന നിങ്ങളുടെ സമ്പത്താണോ? വഇൻ ഖിഫ്തും അയില, നിങ്ങൾ ദാരിദ്ര്യമാണോ ഭയക്കുന്നത്? ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു നിങ്ങൾക്ക് ഗിന നൽകുന്നതാണ്, അള്ളാഹു നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. നിങ്ങൾ എന്തിനാണ് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത്? സൂറത്ത് തൗബയുടെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമായി ചോദിക്കാണ്. സൂറത്ത് തൗബയുടെ 38-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി തഖൽതും ഇലൽ അർദ്. എന്തേ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിനേക്കാൾ പരലോക ജീവിതത്തെക്കാൾ ഈ ലോകത്തിനാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് അള്ളാഹു ചോദിക്കണം. അതുകൊണ്ട് എത്ര തന്നെ കഠോരമായ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും അന്ത്യമല്ല, ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ അള്ളാഹുൽ പ്രതീക്ഷയുള്ളവരായിട്ട് കഴിയണം. അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ നമുക്കറിയില്ലെങ്കിലും അതിന് പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ യുക്തിയുണ്ട് നമുക്ക് ബോധ്യപ്പെടണം. ഈ കാര്യങ്ങളൊക്കെ അഹ്സാബ് യുദ്ധമാകട്ടെ, ഫിറഔനെ നശിപ്പിച്ച സംഭവമാകട്ടെ, ഇതൊക്കെയും നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി ചേർത്ത് വായിച്ചു നോക്കുക. ഇതുമായി നമ്മൾ ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെയും ആവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് 2 ഗുണങ്ങളാണ് വേണ്ടത്. ഒന്ന് സ്വബറാണ്, 2 തഖ്വയാണ്. അങ്ങനെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. തീർച്ചയായും മുശ്രിക്കീങ്ങളിൽ നിന്ന്, അഹ്ലുൽ കിതാബിൽ നിന്ന്, വേദക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതികഠിനമായ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ ജീവനിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. ലതുബ്ലൗന്ന, ഈ ആയത്ത് അവതരിക്കുന്നത് ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പരീക്ഷണം അവസാനിച്ചു നിങ്ങൾ കരുതരുത്. പരീക്ഷണങ്ങൾ തുടരെയായി നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? വഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ സ്വബറുള്ളവരായിട്ട് മാറണം, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവരായിട്ട് മാറണം. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. യഥാർത്ഥത്തിൽ അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു ഘട്ടം, അദ്ദേഹത്തിന് അധികാര കസാര കെട്ടിയ ഒരു ഘട്ടം, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വന്ന് അത് തിരിച്ചറിയാണ്. ഇന്നക ലഅൻത യൂസുഫ്, നീയാണോ യൂസുഫ്, ഇത് ഞങ്ങളുടെ മുന്നിലുള്ളത് യൂസുഫാണ് എന്നവർ തിരിച്ചറിയുന്ന ആ ഘട്ടം. ആ സമയത്ത് യൂസുഫ് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അന യൂസുഫ് വഹാദ അഖി, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്, ഇതാണ് എന്റെ സഹോദരൻ. ഖദ് മന്നല്ലാഹു അലൈന. യൂസുഫ് അലൈഹിസ്സലാം അന്നേ വരെ ഏൽക്കേണ്ടി വന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചോ അന്നേ വരെ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചോ ഉള്ള പരാധീനകളുടെ പുസ്തകം തുറക്കുന്നതിന് പകരം യൂസുഫ് അലൈഹിസ്സലാം ആ സഹോദരനോട് പറയുന്നത് ഖദ് മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ആര് അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നുവോ, ആര് പരീക്ഷണങ്ങളെ ക്ഷമിക്കുന്നുവോ, ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള ആളുകളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അവർക്കുള്ള പ്രതിഫലം ഈ ലോകത്ത് തന്നെ ഇതാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അള്ളാഹു അവർക്ക് അനുഭവിപ്പിക്കും, പരലോകത്തും അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഈ 2 കാര്യങ്ങൾ തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമിച്ചു നിൽക്കാനും അദ്ദേഹത്തിന് പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ 2 ഗുണങ്ങളായിരുന്നു. ഒന്ന് തഖ്വയാണ്, മറ്റൊന്ന് സ്വബറാണ്. അതുകൊണ്ട് വിജയങ്ങൾ വരുമ്പോഴാകട്ടെ, പ്രതീക്ഷകൾ വരുമ്പോഴും നഷ്ടപ്പെടുമ്പോഴൊക്കെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ 2 ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഒന്ന് തഖ്വ, മറ്റൊന്ന് ക്ഷമ. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കാണാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ആ സ്ത്രീ ഖബറിന്റെ അടുക്കിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറയും, ഇത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ തഖ്വ ചെയ്യുക, ക്ഷമിക്കുകയും ചെയ്യുക. ഇത് കേട്ടപ്പോ ആ സ്ത്രീ റസൂലിനോട് മറുപടി പറയും, ഇലൈക അന്നി ഫഇന്നക ലം തുസിബ് മുസീബതി, എന്റെ വിഷമം എനിക്കല്ല അറിയൂ, നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അത് റസൂലാണ് എന്ന് തിരിച്ചറിയാതെയായിരുന്നു ആ സ്ത്രീ അങ്ങനെ റസൂലിന് മറുപടി പറഞ്ഞത്. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം അവർ തിരിച്ചറിഞ്ഞു റസൂലായിരുന്നു എന്നോട് നേരത്തെ സംസാരിച്ചത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അവർ ഓടിച്ചെന്നുകൊണ്ട് ആ കാര്യം അവതരിപ്പിച്ചു. അപ്പൊ റസൂൽ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇന്നമസ്സബ്റു ഇൻദ അസ്സദമത്തിൽ ഊല, ക്ഷമ എന്നുള്ളത് പ്രഹരമേൽക്കുമോ അതിന്റെ ആദ്യഘട്ടത്തിൽ
ക്ഷമിക്കുന്നതാണ് ക്ഷമ. അതെല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി മറ്റൊരു മാർഗവും ഇല്ല എന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ ക്ഷമിക്കുന്നതല്ല ക്ഷമ. അതുകൊണ്ട് അള്ളാഹുവിൽ ഏത് ഘട്ടത്തിലും ഏത് പരീക്ഷണങ്ങളും വരുമ്പോഴും അള്ളാഹുവിൽ ക്ഷമിക്കാൻ തയ്യാറാവുക. എത്ര വിജയം അനുഭവിക്കുമ്പോഴും അള്ളാഹുവിൽ തഖ്വയുള്ളവരായിട്ട് നമ്മൾ മാറുക. അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു യഥാർത്ഥത്തിൽ പ്രതീക്ഷയുള്ള ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന വിശ്വാസികളാക്കി അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരാശ ബാധിക്കുന്ന, പ്രതീക്ഷ അറ്റുപോകുന്ന അവിശ്വാസികളുടെയും കപടന്മാരുടെയും ദുർബല വിശ്വാസികളുടെയും ആ ഒരു പ്രകൃതത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ.